ഇടുക്കി CPIയിൽ പൊട്ടിത്തെറി. സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനെതിരെ മുതിർന്ന നേതാവ് കെ ശിവരാമൻ രംഗത്തെത്തി. മുന്നണി സംവിധാനത്തിൽ ഓരോ പാർട്ടിക്കും വ്യക്തിത്വം ഉണ്ടാകണം. മുൻ സെക്രട്ടറിമാർ ഉണ്ടായിരുന്നപ്പോൾ പാർട്ടിക്ക് ചലനമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ചലനമില്ലെന്നും ശിവരാമൻ വിമർശിച്ചു. ഇടുക്കിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഞാൻ പലതവണ പാർട്ടി സെക്രട്ടറിയോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടോ അത്തരം ഒരു ചർച്ചയ്ക്ക് ഇതുവരെ ഇടമുണ്ടായിട്ടില്ല. 2020 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPM ബന്ധം വളരെ മോശമായിരുന്നു. മണിയാശനും ഞാനും തമ്മിലുള്ള വാഗ്വാദങ്ങൾ നല്ലവണ്ണം മുന്നോട്ട് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രാഷ്ട്രീയമാണ് തിരഞ്ഞെടുപ്പ്. അങ്ങനെ ഒരുമിച്ച് വന്നപ്പോൾ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ യോജിച്ച പ്രവർത്തനങ്ങൾക്ക് തടസ്സമേ അല്ല. ഇതിനൊരു പാർട്ടിക്ക് ഏത് മുന്നണി സംവിധാനത്തിനാണെങ്കിലും സ്വന്തം പാർട്ടിയുടെ വ്യക്തിത്വം നിലപാടും ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. ഇതിനു മുമ്പുള്ള പാർട്ടി സെക്രട്ടറിമാരുടെ കാലത്ത് പാർട്ടിക്ക് ഒരു ഉണർവും ആവേശവും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് അതില്ല എന്നൊരു വസ്തുതയുണ്ട്. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ആഷിഖ്, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണോ കെ ശിവരാമൻ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്നത്? എന്താണ് CPIക്ക് എന്തെങ്കിലും കാര്യമായ നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നോ? തീർച്ചയായും നൗഫൽ, തിരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം കൂടി കെ ശിവരാമന്റെ ഈ പ്രതികരണങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം പറയുന്നത് സംസ്ഥാന CPI നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനുമെതിരെയും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ CPM നേതൃത്വത്തിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് താൻ ഇനിമേൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. ജില്ലയിൽ ദീർഘകാലം CPIയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് കെ ശിവരാമൻ. ആ ഘട്ടത്തിലെല്ലാം CPM നേതൃത്വവുമായി മുഖാമുഖം ഏറ്റുമുട്ടുന്ന സാഹചര്യം അദ്ദേഹം ചുമതലയിരുന്ന കാലത്തൊക്കെയും ഉണ്ട്. CPM നേതൃത്വവുമായി ബന്ധപ്പെട്ട് കെ ശിവരാമൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ജില്ലയിലെ CPM നേതൃത്വം മണൽ പാറ മാഫിയകളുടെ ആളുകളായി മാറിയിരിക്കുന്നു. അവരുമായി ഒത്താശ ചെയ്യുന്ന ആളുകളായി CPM നേതൃത്വം മാറിയിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രവണതകളാണ് സംസ്ഥാനത്തൊട്ടാകെ ജില്ലയിലൊട്ടാകെ നടക്കുന്ന. ആ വിഷയം ജില്ലയിൽ CPMുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെയും ചൂണ്ടിക്കാണിച്ചിട്ടും CPI അതിലൊരു നിലപാടെടുക്കാൻ തയ്യാറാകുന്നില്ല. CPMന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന, CPMലെ തെറ്റായ പ്രവണതകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിലയിലേക്ക് ഇടുക്കി ജില്ലയിലെ CPIയും മാറി എന്നുള്ളതാണ് കെ ശിവരാമൻ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന വിമർശനം. ആ വിമർശനം നിരന്തരം ഉയർത്തിയിട്ട് കൂടി സംസ്ഥാന ഘടകങ്ങൾ അത് പരിഹരിക്കാനോ പരിശോധിക്കാനോ തയ്യാറായില്ല എന്നുള്ള വിമർശനം ഉയർത്തുന്നത്. ഇടുക്കിയിലെ CPI ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറിനെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ദീർഘകാലമായി കഴിഞ്ഞ ഏതാനും കുറച്ചു കാലമായിട്ട് കെ ശിവരാമൻ CPIയുടെ നേതൃത്വവുമായി അകന്ന് കഴിയുന്ന സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ CPIയുടെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് കെ ശിവരാമനെ ഒഴിവാക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ജില്ലാ എക്സിക്യൂട്ടീവിൽ മാത്രമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് കെ ശിവരാമൻ നടത്തിയത്. ഇനി ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനായി വീട്ടിൽ തന്നെ തുടരും, രാഷ്ട്രീയ പ്രവർത്തനത്തിനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഗുരുതരമായ ആരോപണങ്ങൾ CPMന്റെയും CPIയുടെയും ഇടുക്കി ജില്ലാ നേതൃത്വത്തിനെതിരെ അദ്ദേഹം ഉയർത്തുന്നു എന്നുള്ളതാണ്. ജില്ലയിലെ ഭൂമണൽ വനം മാഫിയകൾക്ക് ഒത്താശ ചെയ്യുന്ന നിലയിലേക്ക് ജില്ലയിലെ CPI നേതൃത്വം മാറിയിട്ടുണ്ട്. അത് തിരഞ്ഞെടുപ്പിൽ പരാജയത്തിനും കാരണമായിട്ടുണ്ട് എന്ന് അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. ഇത്തരം പരാജയങ്ങളെ കുറിച്ച് പഠിക്കാനും പാർട്ടി തയ്യാറാകുന്നില്ല എന്ന വിമർശനവും കെ ശിവരാമൻ ഉയർത്തുന്നു. നൗഫൽ, CPI CPMനെ പോലെ ആകുന്നു എന്നുള്ളതാണ് കെ ശിവരാമന്റെ വിമർശനം.